ഫാത്തിഹ, അത് വലിയ പ്രാധാന്യമുള്ള സൂറത്താണ്. ഇതുപോലെ എന്റെ ഉമ്മമാരെ, നിങ്ങൾ സൂറത്ത് യാസീൻ ഓതാൻ വേണ്ടി ശ്രമിക്കണം. യാസീൻ സൂറത്തിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഒരു യാസീൻ ഓതിയാൽ 10 പ്രാവശ്യം ഖുർആൻ ഓതിയ പ്രതിഫലം ഉണ്ടെന്നല്ലേ പറഞ്ഞത്? യാസീൻ സൂറത്ത് എത്ര ഓതാൻ കഴിഞ്ഞോ അത്രയും നല്ലതാണ്. യാസീൻ സൂറത്ത് ഓതാൻ ശ്രമിക്കണം. ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തിനെ സംബന്ധിച്ച് തഅദിൽ സുൽസുൽ ഖുർആൻ 3 ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയാൽ ഖുർആൻ 30 മോദിയ പ്രതിഫലം കിട്ടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് കഴിയുമ്പോൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം. രാവിലെയും വൈകുന്നേരവും 100 പ്രാവശ്യം ഓതാൻ കഴിയുമെങ്കിൽ വളരെ നല്ലതാണ്. ഇരിക്കട്ടെ, അതുപോലെ നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരണം. നിസ്കാരത്തിന് മുമ്പും ശേഷമുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിക്കണം. സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ ഏറ്റവും വലിയ സംഗതിയായി പറഞ്ഞൊരു വിഷയം നിസ്കാരമാണ് കേട്ടോ. ഇപ്പോഴത് പറയാൻ ഇവിടെ സന്ദർഭമില്ല, അവിടെ ഞാൻ നിർത്തുന്നില്ല. ഒറ്റ കാര്യം പറയുകയാണ്, നിസ്കാരം, ഫർദ് നിസ്കാരം കൃത്യമായി നിർവഹിക്കണം. സഹോദരിമാരോട് ഞാൻ പറയുന്നു, നിങ്ങൾക്ക് മെൻസസ് ഉള്ള സമയത്ത് നിസ്കാരം നിർബന്ധമില്ല. ഭ്രാന്തന്മാർക്ക് ഭ്രാന്തുള്ള സമയത്ത് നിസ്കാരം നിർബന്ധമില്ല. അതുപോലെ ബോധക്ഷയമുള്ള സമയത്ത് നിസ്കാരം നിർബന്ധമില്ല. അതേ സമയത്ത് ബുദ്ധിയും ശുദ്ധിയുമുള്ളവർക്ക് നിസ്കാരം നിർബന്ധമാണ്. പ്രസവ രക്തമുള്ള സമയത്ത് നിസ്കാരം നിർബന്ധമില്ല. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ സ്ത്രീക്ക് ഒരു 9 വയസ്സായാൽ മെൻസസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആ 9 വയസ്സിന് 16 ദിവസത്തെക്കാൾ ചുരുങ്ങിയ ദിവസമേ ഇനി 9 വയസ്സ് പൂർത്തിയാകാനുള്ളൂ. ഒരു പെണ്ണിന് 9 വയസ്സ് തികയാൻ 16-ൽ കുറഞ്ഞ ദിവസമേ ഉള്ളൂ. ആ സമയത്ത് ആ സ്ത്രീ രക്തം കണ്ടാൽ അത് മെൻസസ് ആണെന്ന് മനസ്സിലാക്കണമെന്നാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത്. അവിടുന്ന് അങ്ങോട്ട് അവർക്ക് മെൻസസ് മരിക്കുന്നത് വരെയും ഉണ്ടാകാം. അതേസമയത്ത് ചില അധിക സ്ത്രീകൾക്കും പ്രായമാകുമ്പോൾ മെൻസസ് നിന്ന് പോകും. ഈ മെൻസസ് ഉള്ള സമയത്ത് നിസ്കാരം നിർബന്ധമില്ല. ഒരു പെണ്ണിന് മെൻസസ് ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ ഏറ്റവും ചുരുങ്ങിയ പീരീഡ് ഒരു ദിവസമാണ്, 24 മണിക്കൂറാണ്. സാധാരണ നിലക്ക് സ്ത്രീകൾക്കുണ്ടാകുന്ന മെൻസസിന്റെ പീരീഡ് ഒരു 6-7 ദിവസമാണ്. കൂടി വന്നാൽ ഇസ്ലാമിന്റെ നിയമപ്രകാരം 7 ദിവസം കാണുന്ന രക്തം മെൻസസ് ആയി പരിഗണിക്കേണ്ടതാണ്. 15 ദിവസം വരെ മെൻസസ് ഉണ്ടാകാവുന്നതാണ്. 15 ദിവസത്തിൽ കൂടുതൽ പിന്നെയും ഒരു സ്ത്രീ രക്തം കാണുന്നുണ്ടെങ്കിൽ അത് മെൻസസ് അല്ല, അത് രോഗസംബന്ധമായ രക്തമാണെന്ന് മനസ്സിലാക്കേണ്ടതാണ്. അതിന് ചികിത്സിക്കേണ്ടതാണ്. ആ രക്തമുള്ള സമയത്ത് അവൾ നിസ്കരിക്കേണ്ടതാണ്, നോമ്പെടുക്കേണ്ടതാണ്. മെൻസസ് ആണെന്ന് വ്യക്തമായ സമയം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. മെൻസസ് ഒന്നുകിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു ദിവസം, കൂടിയാൽ 15 ദിവസം, സാധാരണ 6-7 ദിവസം. ഈ മെൻസസ് ഉള്ള സമയത്ത് നിസ്കാരം നിർബന്ധമില്ല. നോമ്പും ആ സമയത്ത് അവൾ എടുക്കാൻ പാടില്ല. പക്ഷേ നോമ്പ് അവൾ ഖളാ വീട്ടണം, നിസ്കാരം ഖളാ വീട്ടേണ്ടതില്ല. ഒന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടി പറയട്ടെ, ഒരു സ്ത്രീയെ തലാഖ് ചൊല്ലുക എന്നത് നല്ല ഏർപ്പാടല്ല. അനിവാര്യമായി വന്നാൽ തലാഖ് ചൊല്ലാതെ വെച്ചുകൂടിയാൽ പിന്നെ ഒരുപക്ഷെ അവർ തൂങ്ങിച്ചാകലോ അല്ലെങ്കിൽ ഇവൻ തൂങ്ങിച്ചാകലോ ആയിരിക്കും അതിന്റെ ഫലം. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഇസ്ലാം തലാഖ് പാടില്ലെന്ന് പറഞ്ഞിട്ടില്ല. തലാഖിനെ സംബന്ധിച്ച് അബ്ഗദുൽ ഹലാലി ഇലല്ലാഹി അത്വലാഖ്, തലാഖ് വളരെ ഇഷ്ടപ്പെട്ട കാര്യമല്ല അല്ലാഹുവിന്, അല്ലാഹുവിന് വെറുപ്പുള്ള കാര്യമാണ്. അത്യാവശ്യം അനിവാര്യത വന്നാൽ തലാഖ് ചൊല്ലാം. അങ്ങനെ തലാഖ് ചൊല്ലാൻ വകുപ്പില്ലാതിരിക്കുമ്പോഴോ ഇവന്റെ ശല്യം കൊണ്ട് ഇവക്ക് ജീവിക്കാൻ കഴിയുന്നില്ല, അല്ലെ ഇവളെ ശല്യം കൊണ്ട് ഇവനും ജീവിക്കാൻ കഴിയുന്നില്ല. വേറെ ഒന്ന് കെട്ടിയാലോ കുടുംബക്കാർ വിടൂല, നാട്ടുകാർ സമ്മതിക്കൂല. പിന്നെ എന്താ ചിന്തിക്കുന്നത്? എന്നാ പിന്നെ ഇവള് ചിന്തിക്കുന്നത് ഇവന്റെ ശല്യം കൊണ്ട് നിവൃത്തിയില്ലല്ലോ, തൂങ്ങി വെച്ച് കളയാം, അല്ലെങ്കിൽ റെയിലിന് തലവെക്കാം. അല്ലെങ്കിൽ അവൻ ചിന്തിക്കുന്ന ഇവളെയും കൊണ്ട് യാതൊരു നിവൃത്തിയില്ലല്ലോ, ഞാനങ്ങ് തലവെച്ചയാൽ കളയാം. ഈ രൂപത്തിൽ ആത്മഹത്യയിലേക്ക് മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന വിധത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംതൃപ്തിയില്ലാത്ത ദാമ്പത്യ ജീവിതവും കുടുംബജീവിതവും മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് ഇസ്ലാം പറയുന്നില്ല. അനിവാര്യ ഘട്ടത്തിൽ തലാഖാകാം. പക്ഷേ തലാഖ് ചൊല്ലുമ്പോൾ അവിടെ ഒരു നിയമമുണ്ട്. എന്താ നിയമം? നിന്റെ ഭാര്യ മെൻസസ് ഉള്ളവളാണെങ്കിൽ ആ സമയത്ത് തലാഖ് ചൊല്ലാൻ പാടില്ല, ഹറാമാണ്. അപ്പോൾ തലാഖ് ചൊല്ലാൻ വേണ്ടി തലാഖ് എഴുതി കൊടുക്കുന്ന മുസ്ലിംമാര്, അല്ലെ തലാഖ് പറഞ്ഞു കൊടുക്കുന്ന മൗലവിമാര്, അല്ലെങ്കിൽ തലാഖ് ചൊല്ലുന്ന ആളുകൾ, അവര് തലാഖ് ചൊല്ലുമ്പോ ഭാര്യ ഇപ്പോൾ മെൻസസിന്റെ പീരീഡിലാണോ അല്ല ശുദ്ധിയുടെ പീരീഡിലാണോ എന്നറിഞ്ഞതിന് ശേഷമല്ലാതെ തലാഖ് ചൊല്ലാൻ പാടില്ല. അത് ഇസ്ലാമിന്റെ നിയമമാണ്. എന്നാൽ നിസ്കാരം നിർവഹിക്കണമെങ്കിൽ അവൾ കുളിച്ചതിന് ശേഷമേ പറ്റൂ. നിസ്കാരം നിർവഹിക്കണമെങ്കിൽ കുളിച്ചതിന് ശേഷമേ പറ്റൂ. കുളിക്കാതെ നിസ്കാരം നിർവഹിക്കാൻ പാടില്ല. കുളിക്കുമ്പോൾ അവൾ വലിയ ശുദ്ധിയിൽ ശുദ്ധിയാവുകയാണെന്നോ നിസ്കാരം ഹലാലാക്കുകയാണെന്നോ മറ്റോ കരുതിയിട്ട് അവൾ കുളിക്കണം. അങ്ങനെ കുളിച്ചതിന് ശേഷം മാത്രമേ നിസ്കരിക്കാൻ പാടുള്ളൂ. പക്ഷെ ഒരു സ്ത്രീ ഇന്നലെ രാത്രിയിലാണ് മെൻസസ് നിന്നത്, അങ്ങനെ അല്ലെങ്കിൽ ഇന്ന് രാവിലെ നേരം വെളുത്ത് സുബഹിയായി നോക്കുമ്പോ
അതേ സുബഹിന്റെ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് മുമ്പ് നോക്കുമ്പോ അവളുടെ മെൻസസ് നിന്നിട്ടുണ്ട്. എന്നാൽ അവൾ ഇന്നത്തെ നോമ്പ്, ഇന്ന് റമദാനാണെങ്കിൽ ഇന്നത്തെ റമദാൻ നോമ്പ് അവൾ എടുക്കണം. അതിന് കുളിക്കണമോ? കുളിക്കൽ പിന്നെ കുളിച്ചാൽ മതി. റമദാനിന്റെ നിയ്യത്ത് ചെയ്ത് റമദാനിലേക്ക് കടന്നിട്ട് സുബഹിയായതിനു ശേഷം കുളിച്ചാലും മതി. അപ്പൊ നോമ്പ് സഹീഹാകണമെങ്കിൽ കുളിക്കണമെന്നില്ല, നിസ്കാരം സഹീഹാകണമെങ്കിൽ കുളിച്ചിരിക്കണം. ഇനി ഞാൻ പറയട്ടെ, ഇതുപോലെ തലാഖിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, തലാഖ് അനുവദനീയമാകണമെങ്കിൽ കുളിക്കണമെന്നില്ല. അവൾക്ക് മെൻസസ് നിന്നാൽ മതി. മെൻസസിന്റെ നിയമങ്ങളൊക്കെ മുമ്പ് കാലത്ത് ഞാൻ വേദ പറയുമ്പോ 40 ദിവസം കൂടെ വേദ പറഞ്ഞിരുന്ന കാലത്ത് വിശദമായി പറഞ്ഞതാണ്. ഇപ്പോൾ ഞാൻ സൂചനയ്ക്ക് വേണ്ടി 1-2 കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. ഇരിക്കട്ടെ, ഇൻഷാ അല്ലാഹ് നാളെ മുതൽക്ക് നാദാപുരത്ത് മഗ്‌രിബിന്റെ ശേഷം 7 മണിക്ക് വേദ ഓടുന്നുണ്ട്. 7 മണി മുതൽ 9 മണി വരെ വേദുണ്ടാകും. അത് ആയിരക്കണക്കിന് ആളുകൾ കഴിഞ്ഞ വർഷം അള്ളാഹുവിന്റെ നോക്കി കൊണ്ട് വേദിന് വന്നിരുന്നു. ഇവിടെയൊക്കെ ധാരാളം ആളുകൾ ബസ്സും ജീപ്പും ഒക്കെ സംഘടിപ്പിച്ച് വന്നിരുന്നു. ഇൻഷാ അല്ലാഹ് കഴിഞ്ഞ കൊല്ലം സംസാരിച്ചിരുന്ന വിശ്വാസ കാര്യങ്ങളാണെങ്കിൽ ഈ കൊല്ലം 7 ദിവസവും പറയാൻ പോകുന്ന വേദ കർമ്മപരമായ വിഷയങ്ങളാണ്. ഞാൻ മെൻസസിന്റെയും അതുപോലെ പ്രസവ രക്തത്തിന്റെയും അതുപോലെ രോഗസംബന്ധമായ രക്തത്തിന്റെയും ഒക്കെ മസാലകൾ, നിയമങ്ങൾ ഇൻഷാ അല്ലാഹ് നാദാപുരത്ത് വേദിൽ വെച്ച് പറയുന്നുണ്ട്. കഴിയുന്നവർക്ക് ആ വേദിന് നാളെ മുതൽ വന്നോളൂ. നാളെ മഗ്‌രിബിന് ഇൻഷാ അല്ലാഹ് വേദിന്റെ ഉദ്ഘാടനമാണ്. ഇപ്പോൾ ഞാനതിലേക്ക് കടന്ന് വിശദമായി സംസാരിക്കുന്നില്ല. പ്രസവരക്തം സ്ത്രീകൾക്കുണ്ടാവുകയാണെങ്കിൽ അത് ചിലപ്പോൾ ഒരു സെക്കൻഡ് കൊണ്ട് നിന്നേക്കും, ചിലപ്പോൾ അത് 60 ദിവസം വരെ ഉണ്ടായേക്കും. സാധാരണ നിലക്ക് ഒരു സ്ത്രീക്ക് 40 ദിവസം വരെയാണ് മീൻസ് അവർക്ക് പ്രസവരക്തം ഉണ്ടാവുക. ചില സ്ത്രീകൾക്ക് ഒരൊറ്റ ദിവസം കൊണ്ട് നിന്നേക്കും. ഞാൻ എന്റെ സ്ത്രീകളോട് പറയാണ്, ചില സ്ത്രീകൾ പറയാറുണ്ട് ഞങ്ങളൊരു 28 കുളിച്ച് എണീറ്റതാണ് എന്ന് പറയാറുണ്ട്. ഞാൻ പറയട്ടെ, 28ന്റെ അന്നല്ലെങ്കിൽ എല്ലാ ദിവസവും കുളിച്ചോളൂ, നമുക്ക് വിരോധമില്ല, നല്ലതാണ്. അതേ സമയത്ത് അവർക്ക് പ്രസവരക്തം നിന്നിട്ടില്ലെങ്കിൽ അവർക്ക് നിസ്കാരം തുടങ്ങാനായിട്ടില്ല. നേരെ മറിച്ച് പ്രസവിച്ച അന്ന് തന്നെ ഒരു സെക്കൻഡ് കൊണ്ട് പ്രസവരക്തം നിന്നുപോയാൽ അത് മുതൽക്കുള്ള നിസ്കാരങ്ങൾ നിർവഹിക്കണം. ഞാൻ പെറ്റെടുക്കാണ് എന്ന് പറഞ്ഞ് കിടന്നാൽ പറ്റില്ല. കിടക്കുന്നതിന് വിരോധമുള്ള നിസ്കാരത്തിന്റെ സമയത്ത് എഴുന്നേറ്റ് അവൾ നിസ്കരിച്ചിരിക്കണം. ചില സ്ത്രീകൾക്ക് പ്രസവരക്തം ചിലപ്പോൾ ഒരു സെക്കൻഡ് കൊണ്ട് നിന്നു എന്ന് വരും. അവർ കൃത്യമായി നിസ്കരിക്കണം. ഇനിയും ഒരുപാട് മസാലകൾ അതുമായി ബന്ധപ്പെട്ട് പറയാറുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നാദാപുരത്തെ പ്രസംഗത്തിൽ വെച്ച് പറയാം. ഞാനിപ്പോൾ അതിലേക്ക് ദീർഘമായി കടന്നു പോകുന്നില്ല. അപ്പൊ നിസ്കാരം എന്ന് പറയുന്നത് കൃത്യമായി നിർവഹിക്കണം. അതിന്റെ പുറമെ അതാണ് മുഅ്മിനീകൾ മുഅ്മിനാത്തുകളുടെ ലക്ഷണം. അല്ലാഹു പറയുന്നത് യഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകരി. നല്ലതുകൊണ്ട് കൽപ്പിക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ, നിഷിദ്ധമായ വിരോധിക്കുന്നവരാണ് മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും. ഈമാനുള്ള സ്ത്രീകളും ഈമാനുള്ള സ്ത്രീകൾ പുരുഷന്മാരും നല്ലത് കൽപ്പിക്കും, ചീത്ത വിരോധിക്കും. അവര് മുറക്ക് നിസ്കാരം നിർവഹിക്കും. അവര് നിസ്കാരം ഖളാഅക്കുകയില്ല, നിസ്കാരം ബാത്തിലാക്കുകയില്ല.